വടകരയിലെ ഒരു തെരുവിൽ ഒരു രാത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. 46 വെട്ടുകൾ കിട്ടിയിട്ടും ഒരു മനുഷ്യൻ അതിജീവിച്ചു എന്നുള്ളതാണ്. പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ശരീരത്തിൽ പല സാധനങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആയുധങ്ങളുടെ ബാക്കിയായിട്ട് ജീവിക്കുന്ന ആളുകൾ, തോക്കിൻ്റെ ഉണ്ടകൾ ശരീരത്തിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകൾ അല്ലേ. പക്ഷെ ഇതൊരു 46 വെട്ട് കിട്ടിയ ഒരു യുവാവിൻ്റെ കഥയാണ്. പാതിരാത്രിയിൽ പട്ടണത്തിലെ ഇരുണ്ട തെരുവുകളിൽ ഒരാർത്തനാദങ്ങൾ ഉയർന്നു തുടങ്ങി. വെളുത്ത ജീൻസ് ധരിച്ച ഒരാൾ, അരവിന്ദൻ, ജീവിതത്തിലെ മുഴുവൻ സ്വപ്നങ്ങളും കയ്യിൽ പിടിച്ചു വന്നിരുന്ന ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും കുറേ ആളുകൾ ചുറ്റും കൂടി വന്നു. കയ്യിൽ ഇരുമ്പ് റോഡുകളും അരിവാളുകളും കണ്ണുകളിൽ വെറുപ്പിൻ്റെ തീയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് നിന്നെ അവസാനിപ്പിക്കേണ്ട ദിവസം, ഒരാളെ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം അർദ്ധരാത്രിയിൽ നിലവിളികൾ മാത്രമായിരുന്നു. ഇരുമ്പിൻ്റെ മിന്നലും വാളിൻ്റെ തീപ്പൊരി ചിതറിക്കലും. അരവിന്ദൻ്റെ ശരീരം മുഴുവൻ മുറിവുകളായിട്ട് പൊട്ടി വീഴാൻ തുടങ്ങി. 1, 2, 3 വെട്ടുകൾ എണ്ണമില്ലാതെ വീണു. ശരീരത്തിലെല്ലാം പൊട്ടിയാലും മനസ്സിൽ ഒരു വാക്ക് മാത്രം അവൻ ഉരുവിട്ടുകൊണ്ടിരുന്നു: ഞാൻ മരിക്കൂല. അവരുടെ ക്രൂരത തീർന്നപ്പോൾ 46 വെട്ടുകൾ കൊണ്ട് നിറഞ്ഞൊരു ശരീരം നിലത്തിങ്ങനെ കൂനിക്കൂടി കിടക്കുകയായിരുന്നു. രക്തമൊഴുകി പടർന്നു തുടങ്ങിയിരുന്നു. എന്നാലും അവൻ്റെ ഹൃദയതാളം വിട്ടില്ല. അരവിന്ദ് മണ്ണിൽ വീണ് പിടഞ്ഞുകൊണ്ട് ഓരോ ശ്വാസവും മരണത്തോട് പോരാടി. അവൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖവും അച്ഛൻ്റെ കരങ്ങളും ബാല്യത്തിൻ്റെ ഓർമ്മകളും അവയെല്ലാം ഇടയ്ക്കിടെ ഓർത്തുകൊണ്ടേയിരുന്നു. ജീവിച്ചിരിക്കണമെന്ന് അവൻ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. രക്തത്തിൽ കുളിച്ച് അവൻ നിലവിളിച്ചു: എനിക്ക് മരിക്കാനാവില്ല. ആ ശബ്ദം കേട്ട് അതിലെ പോയൊരു വഴിപോക്കൻ ഓടി വന്നു. അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പോലും കണ്ടപ്പോൾ പോലും വിസ്മയിച്ചു പോയി. ഇത്രയും വെട്ട് കിട്ടിയ ഒരാൾ സാധാരണഗതിയിൽ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടേണ്ടതാണ്. എന്നിട്ടും ഇയാൾ ജീവിച്ചിരിക്കുന്നു. ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾ ICUലായിരുന്നു. ഓരോ ദിവസവും മരണവുമായി മല്ലടിച്ച് ജീവിതത്തോട് ചേർന്ന് പിടിച്ച് അവൻ പുനർജനിച്ച് ഒരു മനുഷ്യനായി എഴുന്നേറ്റ് തുടങ്ങി. ഇന്ന് അരവിന്ദ് ഒരു പേരല്ല, ജീവൻ്റെ പ്രതീകമാണ്. മനുഷ്യൻ്റെ മനസ്സിന് മുന്നിൽ മരണവും കീഴടങ്ങും എന്നതിൻ്റെ വലിയ ജീവനുള്ള ഒരു സാക്ഷ്യമാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്ത് എൻ്റെ നാട്ടിലെ ഒരു ക്യാൻസർ സെൻറ്ററിൽ പോവുകയുണ്ടായി. അവിടെ വെച്ച് വളരെ മുൻപ് കണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ വീണ്ടും കാണാനിടയായി. മെലിഞ്ഞ് എല്ലിച്ച് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് വലഞ്ഞു നിൽക്കുന്നവന്, ഒരുപാട് ആത്മവിശ്വാസമുള്ളൊരു പയ്യനായിരുന്നു അവൻ. പക്ഷേ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഇതിൽ നിന്നും രക്ഷയില്ല എന്നുള്ളൊരു തോന്നൽ അവനെ വല്ലാതെ വേട്ടയാടിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ശരീരമാകെ ദുർബലമായ അവസ്ഥയിലായിരുന്നു. അവനോട് കുറേ നേരം സംസാരിച്ചു. അവൻ്റെ മനസ്സിൽ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. ഒരിക്കലും അങ്ങനെ ആവരുത് ആരും. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ പോരാടി തന്നെ നിൽക്കണം. മരണം നമുക്ക് പിന്നിൽ കീഴടങ്ങും, ഉറപ്പ് തന്നെയാണ്. വീണ്ടും നല്ലൊരു കഥയായിട്ട് നമുക്ക് കാണാം, അല്ലേ?